പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. സാഫ് സഫായി മേ അവൽ ഗാവ് എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കവിതയാണ് പഠിച്ചത് അല്ലേ? നല്ലൊരു കവിതയായിരുന്നു, അത് പഠിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് ഒരു ലേഖനമാണ്. ലേഖ് കണ്ടോ, എന്താണിത്? കവിത പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി ഇത് ലേഖനമാണ്. ലേഖനം എഴുതിയിരിക്കുന്നത് ഗാലിബ് കലീമാണ്. ആരാണ്? ഗാലിബ് കലീം. ചാപ്റ്റർ നെയിമാണ് സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് പറഞ്ഞ വൃത്തി, സഫായി ശുചിത്വം. സാഫ് സഫായി എന്ന് പറഞ്ഞ ശുചിത്വം തന്നെ. സാഫ് സഫായി ശുചിത്വത്തിൽ, മേം പറഞ്ഞ ഇൽ, ശുചിത്വത്തിൽ. അവൽ ഗാവ്, അവൽ പറഞ്ഞ ഒന്നാമതായ, ഫസ്റ്റ് ആയ. അവൽ ഒന്നാമതായ ഗ്രാമം. ശുചിത്വത്തിൽ ഒന്നാമതായ ഗ്രാമത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ശുചിത്വത്തിൽ ഒന്നാമതായ ഗ്രാമം. അതായത് ഇതിൽ ലേഖകൻ പറയുന്നത് എന്താണെന്നറിയോ? പര്യാവരൺ കി സാഫ് സഫായി ഹമാര ദായിത്വ ഹെ എന്നാണ് ഇതിലൂടെ നമ്മളെ ബോധവൽക്കരിക്കുന്നത്. എന്താണ്? പര്യാവരൺ കി സാഫ് സഫായി, അങ്ങനെ പറഞ്ഞാല് പരിസ്ഥിതിയുടെ ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതായത് പരിസ്ഥിതി ശുചിയായിട്ട് വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പര്യാവരൺ കി സുരക്ഷ ഓർ സംരക്ഷൺ, പരിസ്ഥിതിയുടെ സുരക്ഷയും അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ സംരക്ഷണവും നമ്മൾ എന്ത് ചെയ്യണം? പരിസ്ഥിതിയുടെ സുരക്ഷയിലും അതിൻ്റെ സംരക്ഷണത്തിലും നമ്മൾ താല്പര്യത്തോടു കൂടിയിട്ട് അതിൽ പങ്കാളികളാവണം. മനസ്സിലായില്ലേ? പരിസ്ഥിതിയുടെ സുരക്ഷയിലും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിലും നമ്മൾ താല്പര്യത്തോടെ പങ്കാളികളാവണം എന്നാണ് ഇതിലൂടെ ലേഖകൻ നമ്മളോട് പറയുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് ബാക്കി ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഏറ്റവും എന്താണ്? സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും ശുചിത്വമുള്ള അവൽ ഗാവ് ഏതാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമതായി വന്നിട്ടുള്ള ഗ്രാമം ഏതാണെന്ന്. ഏഷ്യ കാ സബ്സെ സാഫ് സുതരാ ഗാവ് മാവലിൻയോങ് മേഘാലയ മേ ഹെ. ഏഷ്യയിലെ സബ്സെ സാഫ്, സബ്സെ പറഞ്ഞ ഏറ്റവും, സബ്സെ സാഫ് സുതര ശുചിത്വം, സാഫ് സുതര ഗാവ് ശുചിത്വമുള്ള ഗ്രാമം. മാവലിൻയോങ് എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. മേഘാലയ മേഹെ, മേഘാലയ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ഉള്ളത്. ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവലിൻയോങ് മേഘാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? ഇതിൽ ഒരുപാട് പുതിയ വാക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കാം. മീനിങ് ഒക്കെ പഠിച്ചിട്ട് പോവുക. ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെച്ചിട്ട് തന്നെ കൂടെ വായിച്ചിട്ട് പഠിക്കാം. ഓക്കെ. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया. 2003 സാൽ എന്ന് പറഞ്ഞാൽ വർഷം. സാൽ എന്താണ്? വർഷം. 2003 വർഷത്തിൽ ഇസ് ഗാവുക്കോ, ഈ ഗ്രാമത്തിനെ, ഈ ഗ്രാമത്തിനെ ഏഷ്യാക്കെ സബ്സെ സാഫ് സുതരെ ഗാവ്, ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ശുചിത്വമുള്ള ഗ്രാമം എന്ന രീതിയിൽ, തൗർപ്പർ എന്ന് പറഞ്ഞ രീതിയിൽ, തൗർപ്പർ രീതിയിൽ ചുനാഗയാഹെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മനസ്സിലായില്ലേ? 2003 വർഷത്തില് ഈ ഗ്രാമത്തിനെ ഏഷ്യയിലെ ഏറ്റവും ശുചിത്വമുള്ള ഗ്രാമം എന്ന രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് യഹ് ഹെ കി, ഈ ഗ്രാമത്തിന്റെ, ഈ ഗാവ് കി സബ്സെ ബഡി ഏറ്റവും വലിയ, ബഡി എന്ന് പറഞ്ഞാൽ വലിയ, സബ്സെ ബഡി ഏറ്റവും വലിയ, ഖാസിയത്ത്
പ്രത്യേകത, ഖാസിയത്ത് പ്രത്യേകത, സബ്സേ ബഡി ഖാസിയത്ത് ഏറ്റവും വലിയ പ്രത്യേകത, യഹ് ഹേ കി ഇതാണ്, എന്തെന്നാൽ, യഹാം കി ഇവിടത്തെ, യഹാം കി ഇവിടത്തെ, സാരി സാഫ് സഫായി എല്ലാ ശുചിത്വവും ശുചിത്വ കാര്യങ്ങളും, ഗാവ് വാലെ ഗ്രാമവാസികൾ, ഗുദ്ഹി സ്വയം, കർത്തേഹെ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ശുചിത്വ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഗ്രാമവാസികൾ സ്വയം തന്നെയാണ്. स्वच्छता के लिए यहाँ के लोग किसी तरह से प्रशासन पर निर्भर नहीं है. स्वच्छता, സ്വച്ഛത എന്ന് പറഞ്ഞാല് ശുചിത്വം, ശുചിത്വത്തിന് വേണ്ടി യഹാം കെ ലോഗ് ഇവിടെയുള്ള ജനങ്ങൾ, ലോഗ് ജനങ്ങൾ, യഹാം കെ ലോഗ് ഇവിടെയുള്ള ജനങ്ങൾ, കിസി തരസേ പ്രശാസൻ പർ ഏതെങ്കിലും തരത്തിലുള്ള ഭരണത്തിൽ നിർഭരരല്ല. അതായത് ശുചിത്വത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അവര് ഒരു ഭരണത്തിലും നിർഭരരല്ല എന്നാണ് പറഞ്ഞത്. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക്, പ്ലാസ്റ്റിക് പാ പകുതി ല സാ പകുതി ട, പ്ലാസ്റ്റിക് പൂരി തരസെ പൂർണ്ണമായിട്ടും, പ്രതിബന്ധിത നിരോധിച്ചിരിക്കുന്നു. ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. പൂരേ ഗാവുമേ ഈ ഗ്രാമത്തിൽ മുഴുവനും, ജഗഹ് ജഗഹ് എല്ലായിടങ്ങളിലുമായിട്ട്, ബാംസ് സേ മുള കൊണ്ടുണ്ടാക്കിയ, ബാംസ് സേ ബനെ, ബന പറഞ്ഞ നിർമ്മിക്കുക, ബനെ നിർമ്മിച്ചിട്ടുള്ള, ബനെ ഹുയെ നിർമ്മിച്ചിട്ടുള്ള, ബാംസ് സേ ബനെ ഹുയെ മുള കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള, ഡസ്റ്റ്ബിൻ ലഗായേ ഗയേ ഹെ ഡസ്റ്റ്ബിൻ എല്ലായിടങ്ങളും സ്ഥാപിച്ചിരിക്കുന്നു. ലഗായേ ഗയേ ഹെ സ്ഥാപിച്ചിരിക്കുന്നു. ഡസ്റ്റ്ബിൻ സ്ഥാപിച്ച കണ്ടില്ലേ? മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ ആണിത്. കണ്ടോ? ഡസ്റ്റ്ബിൻ, മുള കൊണ്ടുണ്ടാക്കിയ ഡസ്റ്റ്ബിൻ എല്ലാ സ്ഥലങ്ങളിലും, ഈ ഗ്രാമത്തിലെ, ഈ പൂരേ ഗാവ്, ഈ ഗ്രാമം മുഴുവനും പലയിടങ്ങളിലായിട്ട് ബാംസ് സേ ബനെ ഹുയ ഡസ്റ്റ്ബിൻ സ്ഥാപിച്ചിരിക്കുന്നു. മഹിള പുരുഷ് ഓർ ബച്ചോ സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ ഇവരടങ്ങുന്ന കിസിബി ഗാവ് വാലെ ഏത് ഗ്രാമവാസികളായാലും, അഗർ കഹി ഗന്ദഗി നസർ ആത്തിത്തോ എവിടെയെങ്കിലും ഗന്ദഗി, ഗന്ദഗി മാലിന്യം, നസർ ആത്തി ഹേത്തോ, നസറാന പറഞ്ഞാൽ അവരുടെ കണ്ണിൽപ്പെടുക, ദൃഷ്ടിയിൽ പെടുകയാണെങ്കിൽ, വേ ഫൗരൻ സഫായിമേ, ഫൗരൻ പറഞ്ഞാൽ പെട്ടെന്ന്, അവർ പെട്ടെന്ന് തന്നെ സഫായിമേ ശുചിത്വ കാര്യത്തിൽ ഏർപ്പെടുന്നു. ലഘു ജാത്തേഹെ ഏർപ്പെടുന്നു, പെട്ടെന്ന് തന്നെ അവർ ശുചിത്വ കാര്യത്തിൽ ഏർപ്പെടുന്നു. എന്തെങ്കിലും മാലിന്യം അവിടെയുള്ള ആരുടെയെങ്കിലും, ആ ഗ്രാമത്തിലുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ആരുടെയെങ്കിലും കണ്ണിൽ പെടുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കുന്നതിലേക്ക് ഇറങ്ങുന്നു, അവരത് വൃത്തിയാക്കാൻ തയ്യാറാകുന്നു എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. കാരണം ഇത് പുതിയ പുതിയ വാക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ, മീനിങ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം സിമ്പിളായിരിക്കും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇതൊന്ന് ഉണ്ടാക്കി പഠിച്ചാൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിന്ന് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. സാഫ് സഫായി മേ അവൽ ഗാവ്, ശുചിത്വത്തില് ഒന്നാമതായ ഗ്രാമം. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റില്ലേ? സാഫ് സഫായി മേ അവൽ ഗാവ് കോൻസാ ഹേ ചോദിക്കാം. എന്താണ് ശുചിത്വത്തിൽ ഒന്നാമതായ ഗ്രാമം ഏതാണ്? ഏതാണ് ശുചിത്വത്തിൽ ഒന്നാമതായ ഗ്രാമം? മാവലിന്യോങ് അല്ലേ? ഇസ് ഗാവ് കഹാ സ്ഥിത് ഹേ, ഈ ഗ്രാമം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ഇസ് ഗാവ് കഹാം സ്ഥിത് ഹേ, എവിടെയാണ്? മേഘാലയ മേ അല്ലേ? എവിടെയാണ്? മേഘാലയ മേ. साल 2003 में इस गांव के एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया है.
ഇതൊന്ന് 2 ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏത് വർഷത്തിലാണ് അതിനെ ഏറ്റവും നല്ല സാഫ് സുതരേ ഗാവ് എന്ന രീതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷത്തിലാണെന്ന് ചോദിക്കാം. പിന്നെ അതിനെ എന്തിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം അല്ലെ. साल 2003 में इस गांव को एशिया के सबसे साफ सुथरे गांव के तौर पर चुना गया है. एशिया के सबसे साफ सुथरे गांव के तौर पर कौन सी गांव के चुना गया है? ഏത് ഗ്രാമത്തിനെയാണ് ഏറ്റവും നല്ല സാഫ് സുതരേ ഗാവ്, ഏറ്റവും നല്ല വൃത്തിയുള്ള ഗ്രാമം എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഏത് ഗ്രാമത്തിനെയാണ്? ഏത് ഗ്രാമത്തിനെയാണ്? മാവലിന്യോങ്. കിസി സാൽമേം, ഏത് വർഷത്തിൽ? കിസി സാൽമേം ഏത് വർഷത്തിലാണ്? 2003 അല്ലേ. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത്, അടുത്തത് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് ക്യാ ഹെ? ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? യഹാം കി സാരി സാഫ് സഫായി ഗാം വാലെ ഖുദ് ഹി കർത്തെ ഹെ, അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. യഹാം കി സാരി സാഫ് സഫായി, ഇവിടത്തെ എല്ലാ ശുചിത്വ കാര്യങ്ങളും ഗ്രാമവാസികൾ സ്വയം ചെയ്യുന്നു, അതാണ് ആ ഗ്രാമത്തിന്റെ പ്രത്യേകത. സ്വച്ഛതാ കെ ലിയെ യഹാം കെ ലോഗ് കിസി തരഹ സെ പ്രശാസൻ പർ നിർഭർ നഹീ ഹെ. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. ഇവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റൂലേ. इस छोटे से गांव में प्लास्टिक पूरी तरह से प्रतिबंधित है. മാവലിന്യോങ് പൂരി तरह से പ്രതിബന്ധിത ചീസ് കോൺസി ഹെ എന്ന് ചോദിക്കുക. മാവലിന്യോങ് की पूरी तरह से प्रतिबंधित चीज कौन सी है? പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്ന വസ്തു ഏതാണ്? ഏതാണ്? പ്ലാസ്റ്റിക് അല്ലേ. എന്താണ്? പ്ലാസ്റ്റിക്. पूरे गांव में जगह जगह बांस से बने हुए डस्टबिन लगाए गए हैं. ഡസ്റ്റ്ബിൻ കിസ്സേ ബനാ ഹുവാ ഹെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഡസ്റ്റ്ബിൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഡസ്റ്റ്ബിൻ കിസ്സേ ബനാ ഹുവാ ഹെ. ഡസ്റ്റ്ബിൻ ബാംസ് സേ ബനാ ഹുവാ ഹെ അല്ലെ. डस्टबिन बाम्स से बना हुआ है. महिला पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं. മഹിള പുരുഷ് ഓർ ബച്ചോ, സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ അടങ്ങുന്ന ആരായിരുന്നാലും, ഗാവ് വാലേക്കോ അഗർ കഹീം ഗന്ദഗി നസറാത്തി ഹെ തോ, ഈ ഗ്രാമവാസികൾ എവിടെയെങ്കിലും മാലിന്യം കാണുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഫൗരൻ പെട്ടെന്ന് തന്നെ സഫായിമേ ലഗ് ജാത്തേ ഹെ, ശുചിത്വത്തിൽ ഏർപ്പെടുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. അടുത്ത ക്ലാസ്സിൽ അതിന്റെ ബാക്കി എടുക്കാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, പിന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.